മട്ടന്നൂർ എക്സൈസ് റേഞ്ചിലെ ഡ്രൈവറായിരുന്ന കെ.പി. സുനിൽകുമാറിന്റെ ഓർമ്മദിനം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ജില്ലാ പ്രസിഡന്റ് രാജേഷ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. പക്ഷേ സംഘടനക്ക് ആ സാഹചര്യത്തിൽ അന്ന് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും അന്ന് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ ആ ഒരു കോവിഡിന്റെ മഹാമാരി എങ്ങനെ നേരിടണം എന്ന് അർച്ചു നിൽക്കുന്ന ആ ഒരു സാഹചര്യമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ നമുക്ക് നൽകാൻ സാധിക്കും. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് സംഘടനയുടെ മുന്നിലുള്ള അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലുടനീളമുള്ള എക്സൈസ് ജീവനക്കാരിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ ജീവനക്കാരിൽ നിന്നും ഒരു തുക സ്വരൂപിച്ച് 13 ലക്ഷത്തിൽ കൂടുതൽ തുക അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അത് തുക നൽകുക എന്നുള്ളത് മരണത്തിനൊരു ഇതല്ല എങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു ആശ്വാസം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തുക നൽകാൻ സാധിക്കും. പിന്നീട് അദ്ദേഹത്തിന്റെ സംഘടനയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുകയും സംഘടന എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരു ജോലി കൊടുക്കുക എന്നുള്ളത്. കോവിഡ് ലോകത്താകമാനം ഭീതി പരത്തിയ ആദ്യ നാളിലായിരുന്നു മട്ടന്നൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഡ്രൈവറായിരുന്ന കെ.പി. സുനിൽകുമാറിനും രോഗബാധ സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു. അനുസ്മരണത്തിന്റെ ഭാഗമായി സുനിൽകുമാറിന്റെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും നടന്നു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രിനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. റേഞ്ച് ഇൻസ്പെക്ടർ ലോതർ എൽ പെരേര അധ്യക്ഷനായി. നെൽസൺ ടി തോമസ്, എം.വി. സുരേഷ് കുമാർ, സി.പി. ഷാജി, എ. ഉത്തമൻ, പി. സുഗേഷ്, ജസ്ന ജോസഫ്, ടി. സനലേഷ് എന്നിവർ സംസാരിച്ചു. നിർധന കുടുംബത്തിന്റെ അത്താണിയായിരുന്ന സുനിൽകുമാറിന്റെ കുടുംബത്തിന് അസോസിയേഷൻ പരമാവധി സഹായങ്ങൾ ചെയ്തിരുന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.